സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തോന്നൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലാണ്, അതായത് ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ മുട്ട ഇല്ലാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം. ഞാൻ അളവെടുത്തിരിക്കുന്നത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 3 തവണയെങ്കിലും ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അടുത്തായിട്ട് ഇളം ചൂടുള്ള 1/2 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിന്ന് എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എഗ്ഗിന് പകരമായിട്ട് ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണ്. അതൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. 1 ടീസ്പൂൺ കൊണ്ട് ഫോർക്കൊണ്ടെങ്ങാനും വെച്ചിട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടറിൻ്റെ പകരം നമുക്ക് ഓയിൽ ഒഴിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ കേക്ക് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, അതേപോലെ സെപ്പറേറ്റ് ക്രീമുകളൊന്നും തേക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്തത് കേട്ടോ. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലിൻ്റെ മിക്സും കൂടിയിട്ട് കുറേശ്ശായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ബാറ്റർ കറക്റ്റാക്കി എടുക്കുക. ഈ സെയിം മെത്തേഡ് തന്നെ മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാം. അതേപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സിലിക്കോൺ മോൾഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിലിക്കോൺ മോൾഡ് ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ റൗണ്ട് മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ നമുക്കിത് ഇളകാണ്ടിരിക്കാനും ബാലൻസ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ലെയറിലേക്കും കറക്റ്റായിട്ട് ഒരേപോലെ സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓവനിലല്ല, ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് മോൾഡ് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു 25 മുതൽ 40 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് മോൾഡിൽ നിന്ന് വിട്ടു കൊടുക്കുക കേട്ടോ. കേക്കിൻ്റെ ലെയറൊക്കെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. എഗ്ഗ് ഇല്ലെങ്കിൽ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി കേക്കിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് 1/2 കപ്പും വിപ്പിംഗ് ക്രീം 1/4 കപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ഇതിന് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എല്ലാവരും എടുക്കാറ്. എനിക്ക് സ്വതവേ ഡാർക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തത്. ഇനി നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. എല്ലാ ലെയേഴ്സിലും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് സ്ട്രോബെറി കട്ട് ചെയ്തതും അതേപോലെ ചെറിയുടെ ഇലയുമാണ് എടുത്തിട്ടുള്ളത്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെറിയുടെ ഇലയും. സ്ട്രോബെറി ഇതിൽ ഏകദേശം മസ്റ്റാണ്. കാരണം ഈ കേക്കിൻ്റെ ഒരു കോംബോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടി ഒന്ന് കൂട്ടി കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ഇറങ്ങിയ ടൈം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വീട്ടിലേക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ മൈദ ഒന്നും വേണം തോന്നില്ല, കാരണം ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും കണ്ടാലും പറയില്ല, കഴിച്ച് നോക്കിയാലും പറയില്ല. അതേപോലെ തന്നെ മുട്ട ചേർത്തിട്ടില്ല എന്നും അറിയില്ല തീരെ കേട്ടോ. മുട്ട ഇല്ലെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാം, മൈദ ഇല്ലെങ്കിലും കേക്ക് ഉണ്ടാക്കാം. ഇത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.